കേരള സ്റ്റോറി 2 റിലീസ് തടഞ്ഞതിനെതിരായ നിർമ്മാതാക്കളുടെ അപ്പീലിൽ ഹൈക്കോടതി ഇന്ന് ഉത്തരവ് പറയും. റിലീസ് തടഞ്ഞതിനെതിരെ നിർമ്മാതാക്കൾ നൽകിയ അപ്പീലിൽ കഴിഞ്ഞ രാത്രിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദമായി വാദം കേട്ടിരുന്നു. ഏതെങ്കിലും നാടിനെയോ മതത്തെയോ സിനിമ അപകീർത്തിപ്പെടുത്തുന്നില്ലെന്നും സിനിമയുടെ കഥാകാരന്റെ വിവേചനാധികാരമാണെന്നും നിർമ്മാതാക്കൾ വാദിച്ചു. ശ്യാംപ്രസാദ് ഉത്തമൻ ചേർന്നു വിശദാംശങ്ങളുമായി. ശ്യാംപ്രസാദ്, ഗുഡ് മോർണിംഗ്. കേരള സ്റ്റോറി 1 വന്നപ്പോൾ തന്നെയുള്ള വിവാദങ്ങൾ, ചർച്ചകൾ, അതൊക്കെ നമുക്കറിയാം. യഥാർത്ഥ കേരളത്തിന്റെ സ്റ്റോറി ഇതല്ല എന്ന് പറഞ്ഞുള്ള പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. ഇതിപ്പോ കേരള സ്റ്റോറി 2-ലും ഇത്തരത്തിൽ മനുഷ്യന്റെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന, കേരളത്തിന്റെ ഒത്തൊരുമയെ വ്രണപ്പെടുത്തുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുള്ള എതിർപ്പ് വ്യാപകമാണ്. അതിനിടയിലാണ് ഇങ്ങനെ. വിശദാംശങ്ങൾ എന്താണ് ശ്യാം? അത് ഈ സിനിമയ്ക്കെതിരെ പ്രധാനമായിട്ടും ഹർജിക്കാരൻ ഉന്നയിക്കുന്നത് കേരളത്തെ കരിവാരിത്തേക്കുന്ന സിനിമ എന്ന ആരോപണം തന്നെയാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ സിംഗിൾ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുകയും തുടർന്ന് 15 ദിവസത്തേക്ക് സ്റ്റേ ഈ റിലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റേ നടത്തുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ആ സിനിമ ഇന്ന് റിലീസ് ചെയ്യേണ്ടതിനാൽ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് അതിവേഗം ഇന്നലെ രാത്രി തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുകയും ചെയ്യുന്നത്. 2 കക്ഷികളുടെയും വാദം കേട്ടു. അതിൽ പ്രധാനമായിട്ടും ഈ കേരളത്തെ കരിവാരിത്തേക്കാനുള്ള ചിത്രമാണ് എന്ന് തന്നെയായിരുന്നു ഹർജിക്കാരന്റെ വാദം. എന്നാൽ നിർമ്മാതാക്കൾ അതിനെതിരെ തന്നെയാണ് പറഞ്ഞത്. അതായത് ഇത് കേരളത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല, അത്തരത്തിൽ ഒന്നും തന്നെ, ഇതൊരു കഥാകാരന്റെ കഥയാണ്. ആ കഥയ്ക്ക് കഥാകാരൻ്റെതായിട്ടുള്ള കഥാവിവേചനമുണ്ട്, ആ കാര്യങ്ങൾ പരിഗണിക്കണം എന്നീ കാര്യങ്ങളാണ് ഈ ഇരുകൂട്ടരും പ്രധാനമായിട്ടും വാദിച്ചത്. എന്തായാലും നിലവിൽ ഇരുകൂട്ടരുടെയും വാദം കേട്ടിട്ടുണ്ട്. ഇന്ന് ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു വിധിയിലേക്ക് കടക്കും. സിനിമ ഇന്ന് റിലീസ് ചെയ്യാനിരുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക നഷ്ടം തങ്ങൾക്ക് ഉണ്ടാകും എന്ന കാര്യം കൂടി നിർമ്മാതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി ഇത് സംബന്ധിച്ച ഒരു വിധി ഉണ്ടാകും എന്നാണ് വ്യക്തമാക്കാൻ കഴിയുന്നത്.